മിസ്റ്റർ രാജഗോപാൽ സാറിന്റെ അല്ലെങ്കിൽ രാജഗോപാൽ നമ്മുടെ കൂട്ടുകാരത്തെ വൈഫ് നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അതിലും നമ്മളൊരു അനുശോചനം രേഖപ്പെടുത്തുകയാണ്. To start with, let us have some നമ്മുടെ പഴയ കാല ഒരു വീഡിയോ കൂടി നമുക്ക് ഒന്ന് നോക്കാം. ഒരു വീഡിയോ കൂടെ പ്ലേ ചെയ്യാം. Ruby.
കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. താമരനൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു. നിന്നെ അണിയിക്കാൻ താമരനൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വച്ചു. നീ വരുവോളം പാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു, എന്റെ ഹൃത്തിലെടുത്തു വച്ചു. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. കാലം മാറിവരും കാറ്റിൻ ഗതി മാറും, കടൽ വറ്റിക്കരയാകും, കര പിന്നെ കടലാകും. കഥ ഇത് തുടർന്നു വരും.
കഥ ഇതു തുടർന്നു വരും. കാലം മാറി വരും. കരിമേഘമാലകൾ പെയ്തു പെയ്തൊഴിയും. കണിമഴവില്ലൊളി വീരിയും. കരിമേഘമാലകൾ പെയ്തു പെയ്തൊഴിയും. കണിമഴവില്ലൊളി വീരിയും. കനകത്തിലൊളിക്കുന്ന സത്യത്തിൻ തൂമുഖം ഒരു യുഗപ്പുലരിയിൽ തെളിയും. ഓ കാലം മാറി വരും. അഭയാർത്ഥി സംഘങ്ങൾ അജയ്യരായുയരും. അരമന കോട്ടകൾ തകരും. അടിമതൻ കണ്ണിലിന്നെരിയുന്ന നൊമ്പരം അഗ്നിനക്ഷത്രമായി വിടരും. നാളെ അഗ്നിനക്ഷത്രമായി വിടരും. കാലം മാറി വരും. കാറ്റിൻ ഗതി മാറും. കടൽ വറ്റിക്കരയാകും. കര പിന്നെ കടലാകും. കഥ ഇത് തുടർന്നു വരും. ജീവിത കഥ ഇത് തുടർന്നു വരും. കാലം മാറി വരും. കാലം മാറി വരും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ. ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും.
ആക്ടിവിറ്റി നടത്തിയിട്ടുണ്ട്. പിന്നീട് നാട്ടിൽ വന്നപ്പോൾ പിന്നെ എനിക്കൊരു റെക്കോർഡ് കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ കാലം ഹോസ്റ്റലിൽ താമസിച്ച അപ്രന്റീസ് ആയിരിക്കുന്നത്. ആരും അത് ചാലഞ്ച് ചെയ്യുന്നൊന്നുമില്ല. കാരണം ഏതാണ്ട് 4 വർഷത്താണ് ഞങ്ങളുടെ മിലിറ്ററി 4 വർഷത്തെ കോഴ്സ്. 3 വർഷം ശരിക്കും ഹോസ്റ്റലിൽ കിട്ടുള്ളൂ. 4ാമത്തെ വർഷം ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം അന്നത്തെ 225 അങ്ങനെ എന്താണ് സെക്കൻഡ് ഗ്രേഡിന്റെ പേയ്മെന്റ്. ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഒരു തുക ഉണ്ട്, ഏതാണോ കൂടുതൽ അതാണ് നമുക്ക് പേയ്മെന്റ്. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് പേ കമ്മീഷന്റെ ഒരു സമയത്ത് വരികയും ചില ഇതുകൊണ്ട് ഞങ്ങളുടെ ഇതിൽ ഒരു വ്യക്തത ഉണ്ടാക്കില്ല. ഈ 4th ഇയർ അപ്രന്റീസിന് എന്ത് കൊടുക്കണം ഞങ്ങൾക്ക് തന്നില്ല. അതൊന്നും അപ്പൊ അവസാനം ദിവസവും ഇതാ പണി. രാവിലെ ആ ഓഫീസിനെ കാണാൻ പോവാം, ഇന്ന് യൂണിയനോട് പറയാം, പിന്നെ നമ്മുടെ ഇവിടെ പോവാം, എന്താ നമ്മുടെ അക്കൗണ്ട് സെക്ഷൻ ഉണ്ടോ, അവിടെ ദിവസം അവിടെ കയറി ചെല്ലും. അങ്ങനെ ഏതായാലും ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടി. അന്നാണ് സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു പാന്റ് ഷർട്ട് അരിയേഴ്സ് കിട്ടി. ഓർക്കുന്നുണ്ടാവും പലരും ഇതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെട്ടു. ഞാനൊക്കെ ഓർക്കുന്നത് കാരണം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ചെറിയ എമ്മ വരണം. ഇവരൊക്കെ നമ്മുടെ സഹോദരിമാരൊക്കെ ആ കാര്യങ്ങളൊന്നും കാരണം അന്ന് ആരും നമ്മുടെ ഒന്നും ഭാര്യമാരായിട്ടില്ലല്ലോ, ഇവർക്കൊന്നും അറിയില്ല. ഞങ്ങള് അവിടെ 1-2 മരച്ചുവടുകളുണ്ട്. ഉച്ചയായാൽ ഓടിയിട്ട് അവിടെ പോയിരിക്കും. കാരണം വീട്ടിൽ നിന്ന് 10 രൂപ, ചിലവർക്ക് 5 രൂപ. അന്ന് 5 രൂപയ്ക്ക് മണിയോട് വരും. 20 രൂപ വരുന്നവർ വളരെ കമ്മി, തുച്ഛമാണ് അങ്ങനത്തെ സാമ്പത്തികം. ഇത് കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇത് ചിലപ്പോ കിട്ടില്ല, കിട്ടിയ വേറെ പ്രശ്നമുണ്ട്. ഇത് കിട്ടുന്നത് എനിക്ക് മണിയോട് വരുന്നത് രാജഗോപാലൻ കണ്ട, കാരണം ഞാൻ അയാൾക്ക് കാശ് കൊടുക്കണോ ഉറപ്പായിട്ട്, അല്ലെങ്കിൽ എല്ലാവരും കാശ് കൊടുക്കും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, മെല്ലെ മുങ്ങിയിട്ട് നേരെ GP പോയിട്ട് നമ്മുടെ പോസ്റ്റ്മാനെ നന്നായിട്ട് അറിയണം. പോസ്റ്റ്മാനെ പിടിച്ചിട്ട് ആ അമ്മ ഓടുന്ന മതി. ഇവിടെ വന്നാൽ പറയടാ അത് വന്നില്ലടാ പിന്നെ തരാടാ. അപ്പൊ 1 മാസം ഞാൻ നീങ്ങി കിട്ടും. അപ്പൊ അങ്ങനത്തെ ആ ഒരു കാര്യങ്ങൾ നമുക്കിത് ഇതൊക്കെ പറയുന്നതിന് ഒരു പോരായ്മ എനിക്കില്ല. പോസ്റ്റ്മാന് അന്നതിന്റെ 1 രൂപ അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം. അങ്ങനത്തെ ഒരു അനുഭവം. നാട്ടിൽ പോണെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാശ് അയച്ചാൽ എനിക്ക് ആദ്യത്തെ ലീവിൽ പോകാൻ വേണ്ടിട്ട് അന്ന് കാശൊന്നും അച്ഛൻ്റെ അടുത്തുള്ളവരോ ഒരു 100 അങ്ങനെ മറ്റേ ഈ ടെലിഗ്രാം മണി ഓർഡർ എന്ന് പറയുന്ന പരിപാടി മൊത്തമായില്ലോ സാധാരണ പെട്ടെന്ന് അച്ഛനോട് പറഞ്ഞ് അച്ഛനെ ഇവിടുന്ന് കടം മേടിച്ചിട്ട് അയച്ചു. ഈ സാധനം വന്നില്ല. നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുക്കാൻ എത്ര ദിവസമായിട്ട് പിന്നാലെ ഓടിയുന്നത്. ഈ മരത്തിന്റെ യോഗമുണ്ടാവും. ഞങ്ങൾ എല്ലാവരും ഇപ്പോഴത്തെ ആൾക്കാരെന്ന് ഞങ്ങളുടെ അടുത്തിരിക്കില്ല. നാറിയ ബോയൽ സൂട്ട് അത് കാക്കിയിട്ടുണ്ടോ നേരത്തെ കുളിച്ച് എന്തെങ്കിലും കഴിയല്ലേ ഒരു മനുഷ്യനടുത്ത് അങ്ങനത്തെ അവിടെ ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഭക്ഷണം വരും. ഇതൊന്നും നിങ്ങളോടാരും പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോ വലിയ കാര്യങ്ങളെ പറയുള്ളൂ. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് ഈ ഡബ്ബ ഓരോരുത്തർക്കും ഓരോ ഡബ്ബ ടിഫിൻ കയറാൻ അത് വണ്ടിയിൽ കൊണ്ടുവരാൻ. അതിലൊന്നും ഉണ്ടാവേണ്ട കാര്യമായിട്ട് 2 ഉണക്ക ചപ്പാത്തി കുറിച്ച ദാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദാളല്ല, മുമ്പ് മറ്റേതാണ്. അതിന്റെ ടേസ്റ്റ് ഇതും പിന്നെ ലേശം ചോറെന്ന് പറയുന്ന സാധനം. ഇത് വരുമ്പോഴേക്കാണ് ചില ആൾക്കാരെങ്കിൽ അത് എങ്ങനെ എടുത്ത് ഓടും ഞങ്ങളൊക്കെ, കാരണം ഭക്ഷണം കഴിക്കണ്ടേ. അപ്പൊ ആ ഒരു ഹോസ്റ്റൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പൊ തന്നെ എല്ലാ തരത്തിലും റിയലി എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ജീവിതമാണ് ഹോസ്റ്റൽ ജീവിതം. അവിടെ ഞായറാഴ്ചകളിലാണ് ഞങ്ങൾ ഇതേമാതിരി സാമ്പാർ. ഇപ്പൊ അടുത്ത് അദ്ദേഹം മരിച്ചുപോയി, കുട്ടിക്കാന്ന് പറയുന്ന നിങ്ങളൊക്കെ ചിലരെങ്കിലും അറിയാം. കുട്ടിക്കപ്പ് കഴിഞ്ഞൊരു 4-5 മാസം കൊണ്ട് മരിച്ചുപോയി. ഞാൻ വീട്ടിൽ പോയിരുന്നു. കുട്ടിക്കാനെ മസ്ക് അടിച്ചാലാണ് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ സാമ്പാർ കുറച്ച് അധികം കിട്ടും, അല്ലെങ്കിൽ കുട്ടികൾ തരുമല്ലോ. ആൾക്കാർ ജീവിക്കുകയാണ്. അന്ന് ഞങ്ങൾ ചിലപ്പോ ബോംബെയില് റിലേറ്റീവ്സ് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ ഞങ്ങള് സൺഡേ അങ്ങോട്ട് പോകും, അവരുടെ അടുത്തേക്ക് പോകും. അപ്പൊ നമ്മുടെ ലഞ്ച് വേറെ ആൾക്കാരെ ഏൽപ്പിക്കും. സംഭവം ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാവും അതിനുവേണ്ടി. അങ്ങനെ ജീവിച്ച ഒരു ചുറ്റുപാട്. ജോലിക്ക് വന്ന് ഉച്ചയ്ക്ക് പോവുകയാണെങ്കിൽ 500 രൂപ നമ്മൾ കൊടുക്കുന്നത്. അന്ന് നമ്മുടെ സാലറി എത്രയാണ്? 260 ബേസിക് പ്ലസ്
ഇൻക്രിമെന്റ്, അതായത് 5% 5 മാർക്കിന് ഒരു ഇൻക്രിമെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടുന്ന 474 റുപ്പീസ് ആണ്. ഈ 474 റുപ്പീസിൽ കഞ്ചൂർമാർക്ക് നമ്മൾ താമസിക്കുമ്പോൾ ഒരു റൂമിന് കൊടുത്തിട്ട് 100 രൂപ വാടക. അങ്ങനെ ഒരു റൂമിന്, അങ്ങനെ ഈ റൂമില് നമ്മുടെ ബെഡ്റൂമാണ്, ഡ്രോയിങ് റൂമാണ്, എല്ലാം കൂടെ ഈ റൂമിലാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന സൂപ്രണ്ട്. എത്രയോ സൂപ്രണ്ടുമാര് എനിക്കറിയാം, PR നായർ, PLS നായർ, അല്ലെങ്കിൽ രാജൻ, അവരുടെ സർവേയറൊക്കെ ആയിട്ടുണ്ട്. ഈ റൂമിൽ നിന്ന്, ഒറ്റ റൂമിൽ നിന്ന് പഠിച്ചിട്ടാണ്. ഒരു ഭാഗത്ത് കുക്കിംഗ് ആയിരിക്കും, ഒരു ഭാഗത്ത് കിടന്നുറങ്ങും. അപ്പൊ നമ്മൾ എവിടെ എത്തിയാലും, എവിടെ എത്തിയാലും നമ്മുടെ ബേസിക് ഇങ്ങനെയായാലും നമ്മൾ കാര്യം എവിടെ നിന്നാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, നമുക്ക് ഒരു വിഷമം ഉണ്ടാവില്ല എവിടെ പോയാലും. ഇപ്പൊ നമ്മള് അന്ന് വേറൊരു കാര്യം, നമ്മളന്ന് ബൈക്കുള്ള പല താമസിക്കുമ്പോഴേ അവിടെ ഒരു ഗോവക്കാരനുണ്ടായിരുന്നു. അയാളെ ബഹുമാനത്തോടെ നോക്കുക, അയാൾ 4 ഫിഗർ സാലറി മേടിക്കുന്ന ആളാണ്. ഒരുപക്ഷെ രാജഗോപാലിനൊക്കെ ഓർമ്മ ഉണ്ടാവും. അയാൾ 4 ഫിഗർ സാലറി 1000 രൂപ ശമ്പളം മേടിക്കുന്ന ആളിന്റെ ഭയങ്കര വെയിറ്റോട് കൂടിയാണ് നോക്കുക. ഇന്നിപ്പോ 4 അല്ല 5 അല്ല 6 ഫിഗർ സാലറി നമ്മൾ എത്രയോ ആൾക്കാരുടെ ഇതിൽ മേടിച്ചിട്ടുണ്ടല്ലേ അത്, അല്ലേ? ശരിക്കും ആലോചിക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവാണ് നമുക്ക് ശരിക്കും. ഒന്നും പറയാനില്ല വേറെ ശരിയാണ്. ഈ മണിയോട് പൈസ ചോദിക്കുന്ന അബ്ദുൽ ജോസഫിന്റെ പ്രത്യേക എടുത്തു വേണ്ട ഒരു വ്യക്തിയുണ്ട്. ജോസഫോ 11th ബാച്ചിലെ ജോസഫല്ല, ഫിലിപ്പാണ്. ജോസഫ് 7th ബാച്ച്. ഡോക്ടർ പോവും, പർച്ചയും വർക്ക് ചെയ്യും. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെ എക്സെപ്റ്റ് സാധിക്കുന്ന പാസ്ഔട്ട് എല്ലാ ആൾക്കാരും മനസ്സിൽ ഒരാൾ MOT എക്സാമിന് പോവും. ഇതേ പറഞ്ഞ ഒരു റൂമിൽ ഇരുന്നിട്ട് 3 പേര് 4 പേര് ഒരു റൂം താമസിക്കും, ഭക്ഷണം ഉണ്ടായി കഴിക്കും, വൈകുന്നേരം ക്ലാസ്സിന് പോവും, പിള്ളേർക്ക് മറ്റുള്ള ക്ലാസ്സിന് പോവും. എന്നുവെച്ചാൽ ആ ഒരു ലൈഫ് കഴിഞ്ഞ നമ്മുടെ ഭാര്യമാർക്ക് മനസ്സിലാക്കാൻ പറ്റിയ വിഷമമായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ ശേഷമുള്ള സ്മോൾ സ്പാൻ ഓഫ് ടൈം വളരെയും ടെൻഷനബിൾ ലൈഫായിരുന്നു എല്ലാവർക്കും, എല്ലാ എക്സാമ്പിൾസാണ്. അങ്ങനെയാണ് എല്ലാവരും ഫോറിനിൽ പോയി, പല ആളും മറ്റുള്ള കമ്പനികളിൽ പോയി. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുന്ന വെച്ചാല് ഞങ്ങളുടെ ട്രെയിൻ എല്ലാവരും പറഞ്ഞ ജോബ് ഗ്യാരണ്ടി എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ട്രെയിനിങ് സമയത്ത് ട്രെയിനിങ് കഴിഞ്ഞാൽ ജോബ് കിട്ടാന്നുള്ള ഒരു ട്രെയിനിങ് അന്ന് മുതലുള്ള ഒരു ടെൻഷനാണ്. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടുമോ ഇല്ലയോ എന്നുണ്ട്. അപ്പോൾ എനിക്കും ദാമോദരന് എല്ലാം കിട്ടിയ ട്രേഡ് ഇലക്ട്രീഷ്യനായിരുന്നു. അപ്പൊ ഇലക്ട്രീഷ്യന്മാർക്ക് ജോബ് ഗ്യാരണ്ടി ഇല്ല. അപ്പോ ഞാനും ദാമോദരനും കണ്ണൂർക്കാരാണല്ലോ, ചെറിയൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യും? അപ്പൊ ദാമോദരൻ പറഞ്ഞു റേഡിയോ മെക്കാനിക് എടുത്ത് ജോബ് ഗ്യാരണ്ടി ഉണ്ട്, നോൺ ഡെസിഗ്നേറ്റഡ് ജോബ്. അപ്പൊ ജോബ് കിട്ടും, ഗ്യാരണ്ടി, അതിന് ഗ്യാരണ്ടി സൈൻ ചെയ്യണം, അതുകൊണ്ട് ജോബ് ഗ്യാരണ്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? അങ്ങനെ ഞാനും ദാമോദരനും ഒന്നായിട്ടാണ് പറഞ്ഞ് മേനോന്റെ അസിസ്റ്റന്റിനോട് പറഞ്ഞു നമുക്ക് ട്രേഡ് മാറ്റി തരണം. ഓൺ റിക്വസ്റ്റ് ട്രേഡ് മാറ്റിയിട്ട് റേഡിയോ മെക്കാനിക് എടുത്തു. പക്ഷെ അതുകൊണ്ട് കാര്യം അവിടുന്ന് ടോപ്പായിട്ട് പുറത്ത് പോകാം. അതുകൊണ്ട് അവസാനം സംസാരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് ഒരു 77 തന്നെ ഞാൻ ജയൻ, നിങ്ങളുടെ ഓർമ്മയുണ്ടാവും, ഒരു ജെയിംസ് ലോണ്ട് ബാച്ച് 3 പേര് മൂർത്തികളായിട്ട് പോയി ഒരുമിച്ച് തന്നെ തിരിച്ചു വന്നു. ലോങ് ടൈം ഇൻ അബുദാബി, near about 39 years, 77 to 2016, right? Yeah. പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നു, പെരുമ്പാവൂർ. എൻ്റെ വൈഫ് വന്നിട്ടുണ്ട്, PG. അറിഞ്ഞില്ലാന്ന് പറയുന്നത്. പിന്നെ എനിക്ക് 3 കുട്ടികൾ, 3 പേര് married with the grandchildren, living happily.
ചാർജ് ആയ പിന്നെ നമുക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി കുറെ താമസിച്ച് ഒരു പേറ്റ് വഴി വന്നപ്പോൾ ചാർജ് വരെ വെട്ടി മുറിച്ച് ചാർജ് 2 ചാർജ് 1 ആക്കി. അങ്ങനെ നമ്മൾ കുറെ രക്ഷപ്പെട്ടു. പിന്നെ അതുകൊണ്ട് നമ്മൾ പ്രൊമോഷൻ ചെയ്യും. പിന്നെ നമ്മൾ ഫോർമാനായി ഫോർമാൻ ടെസ്റ്റായി. അങ്ങനെ ആകുമ്പോഴേക്കും നമ്മൾ ലൈഫിൽ നിന്നു. അങ്ങനെ ഞങ്ങൾ 2013 ഫോർമാൻ ടെസ്റ്റായിട്ട് റിട്ടേണായി. അത് നേവൽ ഡോക്ടറുടെ ഹെഡ് ഓഫ് ക്രെഡിറ്റിലാണ് ഞാൻ സമ്പാൻ സുധാകരനൊക്കെ ജോയിൻ ചെയ്തു. അവിടെ പ്രൊമോഷൻ മേടിച്ച് അവിടെ ഒരു മറാഠിക്കാരൻ ഫോർമൻ ഉണ്ടായിരുന്നു. അയാൾ എനിക്ക് ശല്യം ചെയ്തു. അങ്ങനെ ആ ശല്യം പോയിട്ടാണ് സമ്പാൻ അവിടെ റിട്ടയർമെന്റ് ട്രാൻസ്ഫർ വാങ്ങിച്ച് കുറേ പോയി. അവിടെ പോയി കാണാൻ അവിടെ ആക്സിഡന്റ് മരിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ പെൺകുളിക്ക് നമ്മുടെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അയാൾക്ക് തന്നെ BRS പോയിട്ടാണ്. എന്താ വെച്ചാൽ CBI പറ്റി എന്താ വെച്ചാൽ ലോക്കൽ പറ്റി സാധനം കുറേ കാട്ടിക്കിട്ടാക്കിയത്. അപ്പോൾ അയാൾ സുപ്രീം ഓഫീസറുണ്ട് കൗൺസിലർ. അയാൾ പെൺകുളിക്കാരെ ഓടിക്കോ എന്നെ പിടിക്കും. അങ്ങനെ അയാൾ BRS കൂടുകയും ഇപ്പോഴുണ്ട് താഴെ അങ്ങനത്തെ ഒരു നോക്കിയത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടത് എസ്റ്റേറ്റിലാണ്. ചാർജ് പോയ എസ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസ്. ആ അവിടെയാണ് എല്ലാ നേവൽ ഷിപ്സിന്റെ പമ്പ്സും ടർബൈൻസും എല്ലാം ട്രയൽ ചെയ്യുന്നത്. അവിടെ ഫുൾ ഇൻചാർജ് ഞാനായിരുന്നു. അവിടെ 14 വർഷം ഞാൻ അറിയാം. അവിടുന്ന് പിന്നെ വിട്ട് ഫോർമാനായിട്ട് മാസ്റ്റർ പോയി. മാസ്റ്ററിന് ഫോർമാനായി 2005 റിട്ടയർ. ഭാര്യയും 2 മക്കളുണ്ട്. 3 പേരുണ്ട്. മോള് ഭാര്യയും മോളുള്ളത് ദുബൈയിലാണ്. മോൾ ബോംബെയിൽ തന്നെയുണ്ട്. മോളിന് കുട്ടിയുണ്ട്. ആ ബോംബെയിൽ. ഞാൻ ബോംബെയിൽ നാട് പോയിട്ട് ഞാൻ കുറച്ച് ബോംബെയിൽ കിട്ടും നാട്ടിലുള്ളത്. ഇനിയിപ്പം ഞാൻ ബോംബെയിൽ 5 മാസത്തിനുള്ളിൽ അങ്ങനെ കൈകാര്യം. സോറി, താങ്ക് യു. താങ്ക് യു. സ്വാഗത. താങ്ക്സ്. I'm happy to be a member. All started with the humble beginnings. Here we are, all of them retired with all the great posts. Something to think about. You can tell to your children and your grandchildren and say, my grandfather was so and so, all my children were so and so. They are really proud of all the people that all the achievements that you have. Apart from that, what did you achieve from Naval Dockyard? Really, Naval Dockyard made you to swim against flow. You are not worried. You are not worried to challenge anything. You will dare to challenge. You are so fit. Dockyard has made you all so fit. But there is nothing which you cannot achieve if you work for it. So this is the main thing. If somebody asks you what did you gain from Naval Dockyard, I will say, I would say, I know how to live. I know how to challenge the consequences and realities of life. Now, apart from that, I will keep on repeating the experience which we had in our daughter. We all have same copy paste, same X, Y, Z, everyone. There is nothing new. There is nothing new at all. Okay, from after Naval Dockyard experience, we went to exploring different opportunities in different places. Some had gained little money, some had gained a lot of positions. Anyway, I think most of the ex-apprentices have achieved the best part of life. I think there is no failure categories here, because you will never fail. You will never fail. Retired apprentices will never fail. Now, from the family part, I am married with 2 kids, 1 girl and boy. They are living their own. They are grown up. Both of them are 40 plus. Both of them are having 2 children. And currently I am staying at Mysore, shuttling from my native place Kannur up and down. There is no much objectives or no big goals to achieve, so just spending my time. Thank you all very much, and thank you very much. പറയാനില്ല. എല്ലാവരെയും ഒന്നിച്ച് കൂട്ടിക്കൊണ്ടുവന്ന AC സുധാകരൻ നമ്പ്യാർക്കും എനിക്ക് പ്രത്യേകം നന്ദി അറിയിക്കാനുണ്ട്.
ഇതുപോലെ തന്നെ കഴിയുന്നത് എല്ലാ വർഷവും ഒന്നിച്ചു കൂടാൻ ശ്രമിക്കണം എന്നുകൂടെ പറയുന്നുണ്ട്. പിന്നെ ബിനു ജോർജ് ഓർമ്മപ്പെടുത്തിയതുകൊണ്ട് ബിനുവിന് ഒരു പ്രത്യേക നമസ്കാരം. എന്നാലും അദ്ദേഹം അവിടെ നിന്ന് ഇതുവരെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അമേരിക്കയിൽ നിന്ന് ഇതുവരെ എത്താൻ വന്നതിൽ വളരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ വളരെ താങ്ക്സ്. നിങ്ങളെ മലയാളം പറയാൻ നന്ദി, നമസ്കാരം. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. കുട്ടികളുടെ കളി പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഓരോരുത്തരെയും വന്ന് കണ്ടപ്പോഴും ഞാൻ ശരിക്കും അവിടെ ഇരുന്ന് ശ്രദ്ധിച്ചിട്ട് ചുറ്റും വെച്ചിട്ട് ഇവരുടെ പണ്ടത്തെ വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ശരിക്കും ബീനടുത്ത് പറഞ്ഞു, ശരിക്കും അവരുടെ ആ സംസാരം കേട്ട് നിൽക്കാനാണ് രസം. നമുക്ക് വേറെ ഒന്നും വേണ്ട. ശരിക്കും അത്രയും നല്ലൊരു ബോണ്ടായിരുന്നുള്ളത് ശരിക്കും ഇപ്പൊ മനസ്സിലായി. പിന്നെ ഞങ്ങൾ ശരിക്കും കസിൻസ് ആണ്. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കഥകൾ കുറെ നേരത്തെ അറിയായിരുന്നു. നിങ്ങളുടെ ഞങ്ങളുടെയൊക്കെ സംഭവങ്ങളൊക്കെ അറിയായിരുന്നു. എനിക്ക് 2 കുട്ടികള്, 2 പെൺകുട്ടികളാണ്. ഞങ്ങൾ കുട്ടിക്കാലത്തെ അറിയുന്നവരാണെന്ന് പറയുന്നത് ശരിക്കും ഒരു വീട്ടിൽ കഴിഞ്ഞവരായിരുന്നു. അമ്മാവന്റെ മോളാണ്. അമ്മാവന്റെ മോളാണ്. മച്ചിഞ്ചി അതിൻ്റെതായ സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിട്ടില്ല. അതൊന്നും കിട്ടിയിട്ടില്ല. സ്ട്രോങ് ആയിരുന്നു. പിന്നെ 2 പെൺകുട്ടികളാണ്. കല്യാണം കഴിഞ്ഞു. ഒരാൾ UK വർക്ക് ചെയ്യുന്നു. 2 ബോയ്സാണ്. പിന്നെ ചെറിയ ആള് ഇൻഫോ പാർക്കില് ഇവിടെ എറണാകുളത്ത് താമസിക്കുന്നു. അപ്പൊ ഞങ്ങൾ ശരിക്കും സ്വന്തമായ ജീവിതം നയിക്കുകയാണ്. റിട്ടയർമെന്റായി 2 പേര് ഏകദേശം അടുത്താണ് റിട്ടയർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ശരിക്കും ലൈഫ് എൻജോയ് ചെയ്യുന്നത്. കാരണം ഷിപ്പിലായതുകൊണ്ട് എന്നോടും പറഞ്ഞില്ലത്. ഷിപ്പിലായതുകൊണ്ട് 6 മാസം എന്നായിരുന്നു. എന്റെ സ്റ്റാഫ് ചന്ദ്രനെ വിളിച്ചിരുന്ന തവള എന്നായിരുന്നു. 6 മാസം കരയിലും 6 മാസം വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ശരിക്കും ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു ജോലിയാണെന്ന് തോന്നുന്നത്. അതിന് നിങ്ങൾക്ക് ബേസ് കിട്ടിയത് നേരം ഡോക്ടറാണ്. അപ്പൊ ഞാനും ശരിക്കും ആ ഒരു സ്ഥാപനത്തോട് എന്നും കടത്തിരിക്കുകയാണ്. എല്ലാവർക്കും നിങ്ങളുടെ ലൈഫ് സാറ് പറഞ്ഞ പോലെ ഒരു ബോണസ് അല്ല, നമുക്ക് ഒരുപാട് ഇനിയുണ്ട്. ഈ ഒരു മനസ്സിന് പ്രായം വരാതെ, ശരീരത്തിന് പ്രായം വന്നാൽ കുഴപ്പമില്ല, മനസ്സിന് പ്രായം വരാതെ ഇപ്പോഴും എനർജറ്റിക് ആയിരിക്കട്ടെ. ഇതുപോലെയുള്ള ഗെറ്റുഗദർ ഇനിയും ഉണ്ടാവട്ടെ, ഞങ്ങൾക്കൊക്കെ വരാൻ കഴിയട്ടെ. അപ്പൊ നെക്സ്റ്റ് ടൈമില് വനിതകളുടെ പ്രാതിനിധ്യം കുറച്ചുകൂടി കൂട്ടാൻ ശ്രമിക്കാം. ഇത് കൊണ്ടുവരാനും കൂടി അത് കൊണ്ടുവരാൻ നോക്കാം. എല്ലാവർക്കും കൂടി ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കാര്യങ്ങളൊക്കെ തന്നെയാണ്. എപ്പോഴും കൂടുതലും എനിക്ക് അനുഭവ വിശേഷങ്ങളെക്കാൾ കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളതും ഡോക്ടർ വിശേഷങ്ങൾ തന്നെയാണ്. എല്ലാവരും കാണാൻ പറ്റി. മിസ്റ്റർ സുധാകരനെ ഇടയ്ക്ക് ഞാൻ അഭിനയിച്ച് ചെയ്തിരുന്നു, പരിചയപ്പെട്ടിട്ടുള്ളത്. എല്ലാവരെയും കാണാൻ പറ്റിയത് ചേട്ടനും നേരത്തെ അറിയാം. ഒന്നിച്ചുണ്ടായിരുന്നാണ് അവിടെ. പിന്നെ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. താങ്ക് യു സിസ്റ്റർ വിജി. ഇനിയുള്ളത് ഹരികൃഷ്ണന്റെ വൈഫാണ്. ഞാൻ അവരെ ഒഴിവാക്കുകയാണ്. കാര്യം എന്ന് വെച്ചാല് അവർക്ക് ഒരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാല്, നമ്മൾ ഇവിടെ ഞാനിട്ട് പറഞ്ഞിരിക്കുന്നതായി നമ്മൾ ബോണസ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുരുഷായുസോ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതിന് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ആയുസ് 60 വയസ്സാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ 70 വയസ്സാകുമ്പോഴേക്ക് തന്നെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാവില്ല, നമുക്കൊരു ലോൺ കിട്ടത്തില്ല, നമുക്ക് അങ്ങനെ ഒരു വിധത്തിലുള്ള കാര്യങ്ങളും നമുക്ക് സീനിയർ സിറ്റിസൺ നിലയിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളുടെ ഈ കൂട്ടായ്മ, ഈ എക്സപ്രന്റീസ് കൂട്ടായ്മ നമ്മൾക്ക് ഒരു ജീവിതം, അതായത്
മെനം പറഞ്ഞ പോലെ ഒരു 100 കൊല്ലമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ ജഗദീശൻ നമുക്ക് അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ